എന്നെ ആദ്യം ഓടി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. നിങ്ങൾ കേസെട, ധൈര്യം ഉണ്ടോ നിങ്ങൾ കേസെട? ആ കളിയൊന്നും ഇവിടെ നടക്കിയല്ല, അതൊന്നും ഇവിടെ നടക്കിയല്ല. നമസ്കാരം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കൂ. എന്നെ അടിക്കാതെ അല്ലെങ്കിൽ എന്നെ അടിച്ചു വീഴ്ത്താതെ എന്റെ പ്രവർത്തകരുടെ മേൽ കൈ തൊടാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ധൈര്യമുണ്ടെങ്കിൽ അടിക്കൂ, ഞാൻ കാണട്ടെ. ഇതെന്റെ വാക്കുകളല്ല, പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയുടെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ബിജു എന്ന് പറഞ്ഞ ഒരു കർഷകനെ ചവിട്ടി കൊല്ലുകയുണ്ടായി. ഇതിൽ സർക്കാരിനോടും ഫോറസ്റ്റ് വിഭാഗത്തിനോടുമുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പത്തനംതിട്ട ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയ അല്ലെങ്കിൽ നാട്ടുകാരെ അത്തരം പ്രതിഷേധ സമരത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് പിൻവലിക്കാൻ ഒരുങ്ങിയ പോലീസുകാരന്റെ നേരെ ഓടിയെത്തിക്കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി കർക്കശ സ്വരത്തിൽ ഇത്തരത്തിൽ സംസാരിച്ചത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കൂ. നിങ്ങൾക്ക് ജനത്തിനെ അടിക്കുവാൻ ആരാണ് അധികാരം തന്നത്? സമാധാനപരമായി അവർ സമരം ചെയ്യുവാൻ വേണ്ടി വന്നതാണ്. എന്തുകൊണ്ടാണ് സാധാരണ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങളുടെ സർക്കാരുകൾക്കാകാത്തത്? ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് ഈ സർക്കാരാണ്. നിങ്ങൾ ആ സർക്കാരിന് വേണ്ടി സേവ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ അതിന്റെ പേരിൽ സർക്കാരിനോട് കൂറ് കാണിക്കുവാൻ വേണ്ടി സാധാരണക്കാരനെ ചവിട്ടിമെതിക്കാം എന്നുള്ള നിങ്ങളുടെ ധാരണ വിലപ്പോകില്ല. ഒരു കാരണവശാലും നിങ്ങൾ ഈ നാട്ടുകാരെ തൊടില്ല. അങ്ങനെ നിങ്ങൾ ഇവരെ തുടരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ തല്ലി വീഴ്ത്തണം എന്നാണ് ആന്റോ ആന്റണി പോലീസുകാരോട് ഗർജിച്ചത്. പത്തനംതിട്ടയിലും വയനാട്ടിലും റാന്നിയിലും കുമളിയിലുമെല്ലാം കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ അപായപ്പെടുത്തുന്നത് ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നു. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം വരെ ബിജു എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട കർഷകനെ ആന രാത്രിയിൽ ഇറങ്ങി ചവിട്ടിക്കൊന്നിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി എത്തിയത്. സർക്കാരിനെതിരെ നടക്കുന്ന സമരങ്ങളെ ഏത് വിധേനയും അടിച്ചു ഒതുക്കാമെന്ന് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല, വ്യാമോഹം മാത്രമാണ് എന്ന് തന്നെയാണ് ആന്റോ ആന്റണി പറയാതെ പറഞ്ഞത്. പോലീസിനെ വെല്ലുവിളിക്കുന്ന ഭാഷയിലാണ് ആന്റോ ആന്റണി ഇത്തരത്തിൽ സംസാരിച്ചത്. നിങ്ങൾ ഒരു കാരണവശാലും ഇവരെ തൊടില്ല, ഇവരുടെ ദേഹത്ത് നിങ്ങൾ തൊടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അടിച്ച് ആദ്യം താഴെ വീഴ്ത്തണം, നിങ്ങൾക്ക് അതിന് ചുണയുണ്ടോ എന്ന് ഞാൻ കാണട്ടെ എന്ന് തന്നെയാണ് പോലീസിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവിടുത്തെ ജനപ്രതിനിധിയായ ആന്റോ ആന്റണി സംസാരിച്ചത്. വയനാട്ടിലും പത്തനംതിട്ടയിലും കുമളിയിലും റാന്നിയിലുമെല്ലാം മലയോര പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളെ കൊല്ലുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ സർക്കാരിനോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ യാതൊരു തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. സർക്കാരും സംവിധാനങ്ങൾ മൊത്തത്തിൽ മരവിച്ച് നിൽക്കുന്നു. സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കാൻ സാധിക്കാതെ സർക്കാർ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അരഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. ഈ അവസരത്തിൽ സാധാരണക്കാരന്റെ ജീവൻ പൊലിയുന്ന അവസരത്തിൽ സാധാരണക്കാർ പ്രതികരിക്കുക സ്വാഭാവികമാണ്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിയമം അനുശാസിക്കുന്ന രീതിയിൽ സമാധാനപരമായി പ്രകടനം നടത്തുന്നവരെയോ പ്രതിഷേധിക്കുന്നവരെ തല്ലി ഒതുക്കാമെന്ന് പോലീസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്, അത് നടക്കില്ല എന്ന് തന്നെയാണ് ആന്റോ ആന്റണി പോലീസുകാരോട് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ കാണട്ടെ, നിങ്ങളൊന്ന് അടിക്കൂ, ഞാനൊന്ന് കാണട്ടെ എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത്. ആന്റോ ആന്റണിയും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തില നാട്ടിൽ എല്ലാ നിയമസ്ഥാപനത്തിലും ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറി കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുക? പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരുടെ ചുമതലയാ? പ്രൊട്ടക്ടിന്റെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എന്നെ ആദ്യം ഓടി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാൽ മതി. നിങ്ങൾ കേസെട, ധൈര്യം ഉണ്ടോ നിങ്ങൾ കേസെട? ആ കളിയൊന്നും ഇവിടെ നടക്കില്ല. കർഷകശക്തിയെ വെല്ലുവിളിക്കാൻ ആരാണ് ഈ കാടന്മാർ? കാട്ടുപന്നിയും കടുവായും കർഷക മക്കളെ കൊല്ലുമ്പോൾ
പക്ഷേ സമാധാനപരമായ ഒരു മാർച്ച് ഈ സ്ഥലത്ത് MLA MP ഒക്കെ ഉണ്ടല്ലോ, അവരെ ഓഫ് സൈഡിലോട്ടൊന്ന് കയറ്റ്. അല്ല, നാട്ടുകാരെ കയറ്റിയല്ലോ. ഞങ്ങളെ കൃഷിഭൂമി ഞങ്ങളെ പറഞ്ഞു നാളെ ചവിട്ടുന്നത് എവിടാ? അദ്ദേഹത്തിന് പോവാ, അദ്ദേഹം തടയത്തില്ല, അദ്ദേഹത്തിന് തടയത്തില്ല, അദ്ദേഹം തടയത്തില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നേ പ്രശ്നം ഉണ്ടാവും. ഇവിടെ അല്ല, ഇവിടെ ഒരു മിനിറ്റ് അല്ല ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തില നാട്ടിൽ എല്ലാ നിയമസാധുക്കളും ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറി കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുക? പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരുടെ ചുമതലയാ? പ്രൊട്ടക്ടിന്റെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഈ കാട്ടുമൃഗത്തെ കാട്ടു നിർത്തേണ്ട ചുമതല അവർക്കുള്ളതല്ലേ? എംപിയുടെ നേരെ കയ്യേറ്റ ശ്രമം നടന്നു. എംപിയുടെ നേരെ കയ്യേറ്റ ശ്രമം ആളുകളെ ജീവൻ മണയപ്പെടുത്തി ജീവിക്കുക. അവരുടെ നേരെ നിങ്ങൾ ആദ്യം കോലുമായിട്ട് വരികയാണോ? എന്നെ ആദ്യം ഓടി, അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. നിങ്ങൾ കേസെട, ധൈര്യം ഉണ്ടോ നിങ്ങൾ കേസെട? ആ കളിയൊന്നും ഇവിടെ നടക്കുകയല്ല, അതൊന്നും ഇവിടെ നടക്കുകയല്ല. അതെ, അതൊന്നും ഇവിടെ നടക്കുകയല്ല. ഇവരുടെ ഒരാളുടെയും ദേഹത്ത് നിങ്ങൾ തൊടിയല്ല. തൊട്ടാ എന്നെ തൊട്ടിട്ട് തൊട്ടുള്ളൂ. നിങ്ങൾ ഒരാളുടെ ദേഹത്ത് തൊടിയല്ല, സമ്മതിക്കല കേട്ടോ, അനുവദിച്ചു തരികയല്ല. ഇവരെ ജീവൻ പണയപ്പെടുത്തി കൈ നീക്കുന്നവരാ. അത് നടക്കുകയല്ല, അതെ നടക്കുകയല്ല. ഒരു കേസും വഹിക്കില്ല. പാവങ്ങളെ എങ്ങനെ നിരന്തരമായ കള്ളക്കേസ് എടുത്ത് വേട്ടയാടുക? ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവരെ വേട്ടയാടുക. അത് ഇവരെ അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അത് നടക്കുകയല്ല.